നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ പറഞ്ഞ അവൻ കേൾക്കൂ. എങ്കിൽ പിന്നെ അവനെ നേരെയാക്കാൻ ഒരാളെ കൊണ്ട് കഴിയും. ഭാവന. അരുന്ധതി ഭാവനേച്ചിയോട് പോയി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭാവനേച്ചി ഇപ്പൊ ബെഡ് റെസ്റ്റിലല്ലേ. ഭാവന ഏത് കണ്ടീഷനിലാണെങ്കിലും സ്വന്തം സഹോദരങ്ങൾക്ക് ഒരു ആവശ്യം വന്നാ അത് കണ്ടില്ല എന്ന് വെക്കില്ല. അവളെ ഇതിൽ ഇടപെടുത്താൻ പാടില്ല. തന്ത്രശാലി അവള്. എന്തു വില കൊടുത്തും ഭരത്തിനെ രക്ഷപ്പെടുത്താനേ നോക്കൂ. നീ എന്ത് പറയുന്നേ? ഇക്കാര്യം ഭാവന കൈകാര്യം ചെയ്യുന്നല്ലേ നല്ലത്. ഞാൻ എന്ത് പറയാനാ? അതാണ് നല്ലതെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് അവനെ ഇവിടെ നിന്ന് പുറത്താക്കണം. മോള് സമാധാനപ്പെടും. നമുക്ക് വേണ്ടെല്ലാം ചെയ്യാം. ശരി. ഭാമേ, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളൂ. ഭാരത്തിനു വേണ്ടി ഇടപെട്ട് നിന്റെ ഭാവി കൂടി നീ നശിപ്പിക്കരുത്. അമ്പേ, അമ്പേ, എന്തായി? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അത് നടന്നു. പറയാം, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. പ്രതാപേട്ടനുണ്ട്. കാര്യങ്ങളെല്ലാം പ്രതാപേട്ടനും അറിഞ്ഞേട്ടാ. അത് നന്നായില്ലേ? അളിയനും ഭാരത്തിനോട് ചെറിയൊരു ചായ ഉണ്ടെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞേ? അതെ, ഈ സംഭവത്തോടെ ആ ചായവിനൊരു തീരുമാനമാവും. എന്നാൽ ആ പാഴ്സൽ നീ ഭരത്തിന് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് വെച്ച് നമുക്കൊരു കളി കളിക്കാമായിരുന്നു. അതവൻ എവിടെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അറിയാൻ പാടില്ലല്ലോ. അത് ഞാൻ മനഃപൂർവ്വം തിരിച്ചു കൊടുത്തായേട്ടാ. ഇല്ലെങ്കിൽ പിന്നെ പോലീസ് എങ്ങാനും വന്നാ ഈ കുടുംബത്തിന്റെ മാനമല്ലേ പോകുന്നത്. അത് തന്നെ അമ്പേ എന്റെ ആഗ്രഹം. പക്ഷേ എല്ലാം നീ നശിപ്പിച്ചില്ലേ? എന്താ? അല്ല, ആ പാഴ്സലെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആലോചിക്കുകയായിരുന്നു. എന്തായാലും മൈക്കിളിനെ തിരികെ ഏൽപ്പിച്ചിട്ടില്ല. ഏട്ട് നോക്കിക്കോ, ഇനി എത്രയും വേഗം ഭാരത്തിനെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. ഇവിടെ പോയി എല്ലാവർക്കും അവനോട് വെറുപ്പാ, ഭാമയ്ക്ക് പോലും. എന്നാ പിന്നെ താമസിക്കരുതമ്പേ. എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടാണെങ്കിലും ആദ്യം അവനെ ഇവിടുന്ന് പുറത്താക്കണം. പ്രത്യേകിച്ചും അരുന്ധതി ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോ. അത് തന്നെ എന്റെയും പ്ലാൻ. അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയാ മതി. സാഹചര്യം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കണം. നിന്നെ കൊണ്ട് അതിന് കഴിയും. അതോ ഞാൻ ഇടപെടണോ? ഇടപെടാം. അവന്റെ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കാം. അത് വേണ്ടേട്ടാ. ഇപ്പൊ അവന്റെ വിചാരം ഞാൻ അവന്റെ ഭാഗത്താണെന്ന. തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സാഹചര്യം വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അളിയനും കൂടി ഭരത്തിനെതിരായ സ്ഥിതിക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അഭി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഭരത്തിനെ ഇവിടെ നിന്ന് പുറത്താക്കണം. അതും അരുന്ധതിയുടെ സമ്മതത്തോടെ തന്നെ പുറത്താക്കണം. അഭി ഇവിടെ ഉണ്ടായിരുന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ന്യായമായിട്ട് അവൻ കൈകാര്യം ചെയ്യൂ. സ്വന്തം കുടുംബത്തിനുള്ളിലാണോ മയക്കുമരുന്നിന്റെ ഇടപാട്? ഇതെന്താ അതോ ലോകോ? ഇതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ ഏട്ടാ. ആദ്യം ഭരത്ത് പുറത്തു പോട്ടെ, എന്നിട്ട് ഞാൻ ഭാമയും പുറത്താക്കും. അതിനുള്ള വഴിയും ദൈവം എനിക്ക് കാണിച്ചു തരും. എടി വണ്ടി, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും ദൈവത്തിനെ കൂട്ടുപിടിക്കോ? ചുമ്മാതല്ല നമ്മുടെ പ്ലാനൊന്നും നടക്കാത്തെ. അതുകൊണ്ട് വെറുതെ നീ മണ്ടത്തരമൊന്നും കാണിക്കാതെ ബുദ്ധിപൂർവ്വം നീങ്ങാൻ നോക്ക്. സംഗതി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിനെ പിടിച്ച് ക്ഷമ ചോദിക്കാം. അതാ പലരും ചെയ്യുന്നേ. അതെനിക്കറിയായിരുന്നു ഏട്ടാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അളിയന്റെ മനസ്സിൽ ഭരത്തിനെ കുറിച്ച് റീമാർക്ക് വന്ന സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമാവും. അതെ ഏട്ടാ, ഞാനും അത് ആലോചിച്ചതാ. ഈ ഒരൊറ്റ കാരണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ ഞാൻ കേറുന്നില്ല. എനിക്ക് ആ മൈക്കിളിനെ ഒന്നുകൂടി കാണണം. ഈ മയക്കുമരുന്നിന്റെ പേരിൽ ഭരത്തിനെ പൊക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏട്ടാ സൂക്ഷിക്കണം. ഇവിടുത്തെ ആർക്കും ഒരു പ്രശ്നവും വരരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഇറങ്ങട്ടെ. ശരിക്കും അച്ഛനാകാൻ പോകുന്ന നീ വേണം ചെലവ് നടത്താൻ.
ആ അതിന് ഇനിയും സമയമുണ്ടല്ലോ. നീ അത് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഈ സമയത്ത് സാധാരണ ഭാര്യമാർക്ക് എന്തായിരിക്കും ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ ചിലർക്ക് പച്ചമാങ്ങ, പുളി, അങ്ങനെ പലതരം ഇഷ്ടങ്ങളുണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ചോദിച്ചാലല്ലേ വാങ്ങിക്കൊടുക്കാൻ പറ്റൂ. അല്ലാതെ എന്താ ഇഷ്ടമെന്ന് എങ്ങനെ അറിയും? ഒരു മസാല ദോശ വാങ്ങിക്കൊടുത്ത് നോക്കിയാലോ? ചിലപ്പോ നിന്നോട് പറയാൻ മടി കാണും. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേടാ. നീ പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ പറയൂ. പുതുമയുള്ളത് എന്ത് പറയാൻ? കഴിക്കാനുള്ളതല്ലാതെ കൗതുകമുള്ള എന്തെങ്കിലും വാങ്ങിയാലോ? കൗതുകമുള്ള എന്തോന്നു? നീ ഇപ്പൊ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറയൂ. അതാണ് ഞാൻ പറഞ്ഞത്, കൗതുകമുള്ളത് എന്തെങ്കിലും മതിയോന്ന്. നീ എന്താണെങ്കിലും പറഞ്ഞു തൊലയ്ക്ക്. ഭാവനയ്ക്ക് മോനോടാണോ മോളോടാണോ ഇഷ്ടം? മോനെ ഇഷ്ടം. അപ്പൊ നിനക്ക് മോളാണ് ഇഷ്ടം. ഓ, എന്താടാ നിനക്കൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എന്നാലും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണമല്ലോ. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇക്കാര്യം ചോദിച്ചത്? കാര്യമുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി 2 കുഞ്ഞുങ്ങളുടെ ഡ്രസ് എടുക്കുന്നു. അതിന് പറയാം. ഒരു ആൺകുട്ടിയുടെ ഡ്രസ്സും പെൺകുട്ടിയുടെ ഡ്രസ്സും. നീ എന്താ പരിഹസിക്കാണോ? എടാ സൂര്യ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ 2 കവറും ഓപ്പൺ ചെയ്യാതെ ഭാവനയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരെണ്ണം ഭാവനയോട് തന്നെ സെലക്ട് ചെയ്യാൻ പറയണം. അപ്പൊ ഏത് ഡ്രസ്സാണോ ഭാവന ഓപ്പൺ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ കുഞ്ഞ്. ഐഡിയ ഒക്കെ കൊള്ളാം. ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചതാ? പണ്ട് എന്റെ അച്ഛൻ അമ്മയെ കൊണ്ട് ചെയ്യിച്ച വിദ്യയല്ലേ ഇത്. അന്ന് അമ്മ എടുത്തത് ആൺകുട്ടിയുടെ ഡ്രസ്സായിരുന്നു. ഓഹോ, അത് ശരി. അപ്പൊ നീ വെറുതെ പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനോട് എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. വേണ്ട വേണ്ട, നമ്മൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ട് ഇരുന്നാ മതി. എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നീ എന്തെങ്കിലും സംശയം ചോദിച്ചാ പിന്നെ ലോകത്തുള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി അച്ഛൻ നിന്നെ പഠിപ്പിക്കും. അതോടെ നീ എന്റെ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കും. എന്നിട്ട് നീ അച്ഛനെ കൂട്ടുപിടിക്കും. അപ്പൊ അച്ഛൻ വേന്ദ്രനാണല്ലേ? അത് പിന്നെ പതുക്കെ പറയണോ? ആളങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട. മന്ത്രവും തന്ത്രവും കുതന്ത്രവും പഠിച്ച മോനാ അത്. ശരി. ആന്റി, അരുന്ധതി എവിടെ? അവള് റൂമിലുണ്ടാവും. നീ ഊണ് കഴിച്ചോ മോനെ? ഇല്ല ആന്റി. എന്നാ വാ, ഞാൻ എടുത്തു തരാം. അവള് കഴിച്ചോ? ഞങ്ങൾ എല്ലാരും കഴിച്ചു മോനെ. വാ. മോനിരിക്കെ. ആന്റിക്ക് എന്നോട് ഒട്ടും ദേഷ്യമില്ലേ? ഞാനെന്തിനാ ദേഷ്യം കാണിക്കുന്ന മോനെ? എനിക്ക് അരുന്ധതിയോടെ ദേഷ്യം. അവള് നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത്. ഭർത്തേനപ്പോ വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. നമ്മളെല്ലാം കഴിച്ചതുകൊണ്ട് ഞാനാ പറഞ്ഞത് ഊണ് കഴിച്ചിട്ട് മുകളിലേക്ക് പോയാ മതിന്ന്. അമ്മയ്ക്ക് എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ? അതിനിപ്പോ എന്തു പറ്റി? ആരെങ്കിലും വിളമ്പി കൊടുത്താ പോരെ? അയ്യോ, മോൻ കഴിക്ക്. ഇവളിതൊക്കെ പറയും. കഴിക്ക. ഭർത്തേട്ട, ആന്റി വിളിച്ചിരുന്നു. അവരെല്ലാരും കൂടി ഭാവനേച്ച് കാണാൻ പോയിരിക്കുക. നമ്മളോടും കൂടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാലേ നമ്മള് പോകുന്നില്ല. അതെന്താ? നിന്നോട് മാത്രം വിളിച്ചു പറയാൻ നിനക്ക് അവിടെ എന്നെക്കാൾ കൂടുതൽ സ്ഥാനമുണ്ടോ? ഭർത്തേട്ടാ, മിണ്ടരുത് നീ. എന്നെ വേണ്ടതെടുത്ത് നിന്നെ മാത്രം അങ്ങനെ ക്ഷണിക്കണ്ട. കണ്ടോ അമ്മേ, ഞാൻ പോവാന്ന് ആന്റിയോട് പറഞ്ഞതാ. ഇവിടിപ്പോ ഞാനെന്ത് പറയാനാ മോളെ? അല്ല, ഭരത്തിനെ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാ. ഭർത്തേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്തിനാ വെറുതെ ഒരു പ്രശ്നം? നമുക്ക് അതൊരൊന്ന് പോയിട്ട് വരാം. ഇല്ല, ഞാനും വരുന്നില്ല, നീയും പോകുന്നില്ല. എന്നാ ഞാൻ പോവും. ഭർത്തേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി. ഭർത്തേട്ടാ,
കണ്ടില്ലേ അവന്റെ ധിക്കാരം? അവനെ അധ്വാനിച്ചതായിരുന്നെങ്കിൽ ഇങ്ങനെ തട്ടിക്കളയുമായിരുന്നോ? നീ തന്നെ അവനെ ഇല്ലാതാക്കുന്നത്. അവൻ വന്നില്ലെങ്കിൽ വേണ്ട, നീ അങ്ങ് പോണം. ഇല്ലമ്മേ, ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. ആ ഭരതേട്ടാ, എന്തിനാ ഭരതേട്ട ചോറ് തട്ടിക്കളഞ്ഞേ? പിന്നെ ഞാൻ എന്ത് വേണം? നിന്റെ ഒക്കെ താളത്തിനൊത്ത് തുള്ളണ ഞാൻ. ഭരതേട്ടന് തോന്നുന്നത് പോലെ ചെയ്യാൻ ഭരതേട്ടൻ അധ്വാനിച്ച കാശൊന്നും അല്ലല്ലോ. എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. അരുതതി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പറഞ്ഞേക്കാം ഞാൻ. ഇക്കാര്യത്തിൽ ഭരതേട്ടൻ എന്ത് ന്യായം പറഞ്ഞാലും ചെയ്തത് തെറ്റു തന്നെയാ. എന്നാലേ നീ കൊണ്ടുപോയി കേസ് കൊടുക്കും.